എസ് രാജമൗലിയുടെ അടുത്ത സിനിമ മഹേഷ് ബാബു, പ്രിയങ്ക ചോപ്ര, പൃഥ്വിരാജ് സുകുമാരൻ പോലുള്ള വളരെ വലിയൊരു സ്റ്റാർ കാസ്റ്റാണ് നടക്കുന്ന സിനിമ. നമസ്കാരം, എൻ്റെ പേര് വിഷ്ണു. എൻ്റെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. വാരണാസി ഏകദേശം 3 ദിവസങ്ങൾക്ക് മുമ്പാണ് നമ്മളുടെ എസ് രാജമൗലി, മഹേഷ് ബാബു ഒന്നിക്കുന്ന സിനിമയുടെ പേര് ഒരു ടൈറ്റിൽ ടീസർ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. എല്ലാവരും കണ്ടു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആൻഡ് ഈ സിനിമയുടെ ടൈറ്റിൽ ടീസർ റിലീസിന് മുമ്പ് തന്നെ ഈ പടത്തിൻ്റെ പോസ്റ്റേഴ്സ് എല്ലാം പുറത്തു വന്നിരുന്നു. ആദ്യം വന്നത് പൃഥ്വിരാജ്. മലയാളികൾക്ക് ഒരു അഭിമാനിക്കാൻ പറ്റുന്ന നിമിഷമാണ്. കാരണം എന്താ പറയുക, മലയാളത്തിലൊരു നടൻ ഇത്രയും വലിയൊരു ഒരു സ്റ്റേജിലൊക്കെ ഇതിൻ്റെ ഒരു ലോഞ്ച് കണ്ടവർക്ക് മനസ്സിലാവും. അത് എന്താ പറയുക, ഒരു വല്ലാത്തൊരു മലയാളി എന്ന നിലയിൽ ഒരു പ്രൗഡായിട്ടുള്ള മൊമെൻറ്റ് തന്നെയാണ്. ആൻഡ് അഫ്കോഴ്സ് അപ്പം അതിൻ്റെ ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ, കുംഭ എന്ന അദ്ദേഹം കഥാപാത്രത്തിൻ്റെ ഒരു പോസ്റ്റർ വന്നപ്പോൾ ഒരു ട്രോൾ മെറ്റീരിയലിന് ഇരയായ ഒരു സംഭവമായിരുന്നു. ആൻഡ് ഈ ഒരു സിനിമ നോക്കുകയാണെങ്കിൽ തന്നെ പലർക്ക് രാജമൗലിക്ക് പിഴയ്ക്കുന്നു എന്നൊക്കെ പറയുന്നവരുണ്ട്. സോ ഈ സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഏകദേശം 1200 കോടി രൂപ ബഡ്ജറ്റിൽ ഒരുങ്ങുന്ന ഒരു സിനിമയാണ്. വൺ ഓഫ് ദ മോസ്റ്റ് കോസ്റ്റ്ലി ഫിലിം എന്ന് തന്നെ പറയേണ്ടി വരും. സോ ഈ സിനിമയുടെ എന്താ പറയുക, ഈ ടൈറ്റിൽ ടീസർ പുറത്തു വന്നതിന് ശേഷം നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും ഉള്ള അഭിപ്രായങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ ഒരു ടീസറിൻ്റെ അകത്ത് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ രാജമൗലി ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ആൻഡ് ഓഫ് കോഴ്സ് മഹേഷ് ബാബു അദ്ദേഹത്തിൻ്റെ ആ ട്രെയിലർ കാണിച്ച രീതിക്ക് അടിപൊളിയായിരുന്നു. ആൻഡ് പ്രിയങ്ക ചോപ്ര എനിക്ക് തോന്നുന്ന വർഷങ്ങൾക്ക് ശേഷമാണ് വീണ്ടും ഒരു ഇന്ത്യൻ സിനിമയിലേക്ക്, അല്ലെങ്കിൽ ഇന്ത്യയിൽ വന്ന് പിന്നെ അഭിനയിക്കുന്നത്. സോ ഒരുപാട് പ്രത്യേകതയുള്ളൊരു സിനിമയാണ്. സോ RRRന് ശേഷം അദ്ദേഹം എടുക്കുന്ന ഒരു സിനിമയാണ്. സോ RRR എനിക്ക് രാജമൗലിയുടെ ലീസ്റ്റ് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സിനിമയാണ്. നിങ്ങൾക്ക് RRR എത്ര ഇഷ്ടമുള്ള കാര്യം തീർച്ചയായും താഴെ കമൻറ്റ് ചെയ്യാം. സോ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പ്രതീക്ഷയുണ്ട്. കാരണം ഈ സിനിമയിലല്ല, എസ് രാജമൗലി എന്ന ക്രിയേറ്ററിൽ എനിക്ക് പ്രതീക്ഷയുണ്ട്. അദ്ദേഹം 2001 അദ്ദേഹത്തിൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതുവരെ 12 സിനിമകൾ അദ്ദേഹത്തിൻ്റെ കരിയറിൽ അദ്ദേഹം ചെയ്തിട്ടുള്ളത്. 12 ഒന്നും ഫ്ലോപ്പായിട്ടില്ല. ആലോചിച്ച് നോക്കുക, അത്ര എഫേർട്ട് എടുത്ത് അദ്ദേഹം ചെയ്തിട്ടുള്ള സിനിമ. ഈ സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഈ സിനിമ ആദ്യം തന്നെ ഈ മഹേഷ് ബാബു, എസ് രാജമൗലി ജോയിൻ ചെയ്യുന്നു പറയുമ്പോൾ തന്നെ ഇന്ത്യാന ജോൺസ് പോലുള്ള ഒരു എന്താ പറയുക, ഒരു സിനിമയാണ്, ഒരു ട്രാവലിംഗ് അറൗണ്ട് ദ വേൾഡ് ബേസ് ചെയ്യുന്ന ഒരു സിനിമയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അത് വെച്ച് നോക്കുമ്പോൾ ഏകദേശം ശരിയാണ്. കാരണം ഇതിൽ പല സ്ഥലങ്ങളും, അത് ആഫ്രിക്ക കാണിക്കുന്നുണ്ട്, അന്റാർട്ടിക്ക കാണിക്കുന്നുണ്ട്, അങ്ങനെ പല എന്താ പറയുക, വാരണാസി കാണിക്കുന്നുണ്ട്, അങ്ങനെ പല സാധനങ്ങളും ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ലോകം ചുറ്റി നടക്കുന്ന ഒരാളുടെ കഥയാണ് ബേസ് ചെയ്ത് പോകാൻ പോകുന്നത്. ആൻഡ് എന്താ പറയുക, ടീച്ചറിനോട് തരുന്നുണ്ട് നമ്മുടെ ഗ്ലോബൽ ട്രോട്ടർ എന്ന് എഴുതിയിട്ടുണ്ട്. അതായത് ലോകം ചുറ്റുന്ന ഒരാൾ, ആ വ്യക്തിയുടെ കഥ. അത് മാത്രമല്ല ടൈം ട്രോട്ടർ എന്നും പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ടൈം ട്രോട്ടർ എന്ന് പറയുമ്പോൾ സമയം കഴിഞ്ഞു പോകാൻ കഴിവുള്ള വ്യക്തി. സോ സമയം എന്ന് പറയുമ്പോൾ നമ്മൾ ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്യാത്ത ഒരുതരം ടൈം ട്രാവൽ യൂസ് ചെയ്യാൻ പോകുന്ന ഒരു സിനിമ ആയിരിക്കാം ഇതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഇത് ത്രേതായുഗം, ലങ്ക നഗരം കാണിക്കുന്നുണ്ട്. രാമായണമാണ്, അത് ഫിക്ഷനാണ്, മിത്തോളജിയാണ്, എല്ലാമാണ്. സോ അങ്ങനെ ഇരിക്കെ ഇവർ അവിടെ പോകുമ്പോൾ, അതായത് നമ്മൾ മഹേഷ് ബാബു അതുപോലെ തന്നെ പൃഥ്വിരാജിൻ്റെ കഥാപാത്രം എന്താ പറയുക, നമ്മളെ രാമനും കുംഭകർണനും നടക്കുന്ന ഫൈറ്റിലേക്ക് പോകുന്ന പോലൊരു വിഷ്വൽ ഈ ഒരു ടീസറിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതിൻ്റെ പലയിടത്തും നമുക്ക് എന്താ പറയുക, പലയിടങ്ങളിലും നമുക്ക് മഹേഷ് ബാബുവിൻ്റെ ക്യാരക്ടറിനെ, അതുപോലെ തന്നെ മന്ദാകിനി, നമ്മളെ പ്രിയങ്ക ചോപ്ര എന്ന കഥാപാത്രത്തെ ഒരു ഐഡൽ, ഒരു ഭദ്രകാളിയാണെന്ന് തോന്നുന്നു, ഐഡലിൻ്റെ മേളിൽ നിന്നൊരു റെഡ് സാരിയിൽ തറയിട്ട് വീഴും പോലെ കാണുന്ന ഒരു സീനെ കാണിക്കുന്നുണ്ട്. സോ ഇത് എനിക്ക് തോന്നുന്നത് ടൈം ട്രാവലൊക്കെ ബേസ് ചെയ്ത് യുഗങ്ങൾ വിട്ട് യുഗങ്ങൾ എന്താ പറയുക ട്രാവൽ ചെയ്യുമ്പോഴാണ് തോന്നുന്നത്. നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാമെന്ന് അറിയത്തില്ല, ഹിന്ദു മിത്തോളജിയിൽ ഏകദേശം 4 യുഗങ്ങളുണ്ട്. സത്യയുഗ, ത്രേതയുഗ, ദ്വാപരയുഗ ആൻഡ് കൽക്കി യുഗം. ഇങ്ങനെയാണ് അത് ബേസ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഓരോ യുഗങ്ങൾ കഴിയുമ്പോഴും ഇത് മാറി മാറി വരും. ആൻഡ് ഓരോ യുഗവും നോക്കുകയാണെങ്കിൽ നൂറ്റാണ്ടുകളാണ്, കോടിക്കണക്കിന് വർഷങ്ങളാണ് ഒരു യുഗം അവസാനിക്കുമ്പോൾ ഉണ്ടാകുന്നത്. സോ ഇത് ടൈം ട്രാവൽ അല്ല, യുഗങ്ങളിലേക്ക് പോവുകയാണ്. കാരണം ഇറ്റ്സ് ലൈക്ക് രാമായണം നടന്ന സമയത്തേക്കൊരു ടൈം ട്രാവൽ എന്നൊക്കെ പറയാൻ നേരത്ത് അത് എന്താ പറയുക, ആ തരത്തിലാണ് സിനിമ എടുത്തത്. സിനിമയുടെ ആ ഒരു വാസ്പ് നിങ്ങൾ മനസ്സിലാക്കണം, ഭയങ്കര വലുതായിരിക്കും. എന്ത് പ്രതീക്ഷിക്കണമെന്ന് അറിയാതെ നമ്മൾ തിയേറ്ററിൽ പോയി ഇരിക്കേണ്ടത്. അങ്ങനെ ഒരുപാട് ഇടൻ ഡീറ്റെയിൽസ് നമുക്ക് ഈ ഒരു ടീസറിൽ കാണാൻ കഴിയുന്നുണ്ട്. ആൻഡ് അതുപോലെ തന്നെ ക്ലൈമാക്സ് ഷോട്ടിൽ കാളയുടെ പുറത്ത് നമ്മളുടെ മഹേഷ് ബാബുവിൻ്റെ കഥാപാത്രം വരുന്നത്. ആൻഡ് പുള്ളിയുടെ പേര് രുദ്ര എന്നാണ്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും ശിവൻ്റെ മറ്റൊരു പേരാണ് രുദ്ര എന്ന് പറയുന്നത്. സോ മേ ബി ആ കാള നന്ദി തന്നെ ആയിരിക്കാം. മേ ബി ഈ ഒരു വാരണാസി എന്ന് പറയുന്നത് എന്താ പറയുക, ഇതിന് മുമ്പുള്ള, അത് നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ഒരു വാരണാസി ആയിരിക്കാൻ ചാൻസ് വളരെ കൂടുതലാണ്. ഇതിൻ്റെ ഓപ്പണിംഗ് ഷോട്ട് തന്നെ കാണിക്കുന്നത് നമ്മളുടെ 512 ഉള്ള വാരണാസി കാണിക്കുന്നുണ്ട്. പിന്നെ 2007 ഒരു എന്താ പറയുക, 2007 ഒരു ആസ്ട്രോയിഡ് ശംബാരി എന്ന് പറയുന്ന ആസ്ട്രോയിഡ് വന്ന് വീഴുന്നതായിട്ടും അവിടെ നിന്ന് കട്ട് ചെയ്ത് നേരെ നമ്മളുടെ എന്താ പറയുക അന്റാർട്ടിക്കയിൽ റോസ് ഐസ് ഷെൽഫ് എന്ന സ്ഥലത്ത് പോകുന്നുണ്ട്. ഈ ഒരു റോസ് ഐസ് ഷെൽഫിനെ പറ്റിയും റിയൽ ലൈഫിലൂടെ മിസ്റ്ററി നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ എന്താ പറയുക, ഒരുപാട് മിസ്റ്ററീസൊക്കെ വെച്ച് ഒരു ഫാൻറ്റസിക്കകത്ത് കൊണ്ടുപോകുന്ന ഒരു സിനിമയാവാൻ ചാൻസ് വളരെ വളരെ കൂടുതലാണ്. സോ നിങ്ങൾ എത്ര പേര് ഈ ഒരു സിനിമയ്ക്ക് എക്സൈറ്റഡ് ആണെന്നുള്ള കാര്യം തീർച്ചയായും താഴെ കമൻറ്റ് ചെയ്യാം. ഓഫ്കോഴ്സ് 2 തരത്തിലുള്ള അഭിപ്രായങ്ങൾ സിനിമയ്ക്ക് വരുന്നുണ്ട്. സിനിമ കൊള്ളാമെന്ന് എക്സൈറ്റഡ് ആവുന്നവരുണ്ട്, സിനിമ അത്ര പോരാ
പോരാ, ഈ വർക്ക് അത്ര പോരാ എന്ന് പറയുന്നവരുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴെ കമൻറ്റ് ചെയ്യാം. മറ്റൊരു ദിവസം മറ്റൊരു കാണാം. അതുവരേക്കും ബൈ.